ഹായ് ഹലോ വ്യൂവേഴ്സ്, ഇന്ന് നമ്മോടൊപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ് ഉള്ളത്. നമ്മുടെ 2019-20 റിപ്പീറ്റർ ബാച്ചിലെ IIT റിപ്പീറ്റർ ബാച്ചിലെ ഏലിയാസ് ജോർജ് എന്ന സ്റ്റുഡൻ്റ് ആയിരുന്നു നമ്മുടെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾ. നമ്മുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. സക്സസ്ഫുള്ളി ഇവിടുന്ന് പഠിച്ചിറങ്ങി അതിനുശേഷം NIT കാലിക്കറ്റിൽ അഡ്മിഷൻ സാധ്യമാക്കി. ഇപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഓരോ പടികൾ കഴിഞ്ഞ് സക്സസ്ഫുള്ളി നിൽക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ജേർണി, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം. ഹായ് ഏലിയാസ്, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, എന്ത് തോന്നുന്നു? ഒരു 2019-20 കഴിഞ്ഞിട്ട് ഒരു കുറച്ച് ഇയേഴ്സിന്റെ ഗ്യാപ്പിന് ശേഷമാണ് ബെർലിനിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ തിരിച്ചു വന്നതിന് ശേഷമുള്ള ഒരു ഫീൽ എന്തായിരുന്നു? പെട്ടെന്ന് ക്യാമ്പസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ക്യാമ്പസ് എന്റെ മനസ്സിൽ ഇപ്പൊ 5 വർഷമായി ഞാൻ അവിടുന്ന് പഠിച്ചിറങ്ങുന്നത്. അപ്പൊ ഒരുപാട് ഞാൻ ഇപ്പോഴും ആ ഒരു ചെറിയൊരു ബ്രില്യന്റ് 5 വർഷം മുന്നേ ആ മെയിൻ ക്യാമ്പസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഞാൻ പാലയിൽ വന്ന് എന്റെ വീട് എറണാകുളമാണ്. അപ്പൊ വരുന്ന വഴികളെല്ലാം സെയിം ആണ്. അപ്പൊ വന്നതിന് ശേഷമുള്ള മാറ്റങ്ങൾ ഇവിടെ വന്നപ്പോ ബ്രില്യന്റ്, ഞാൻ കണ്ട ബ്രില്യന്റിൽ നിന്ന് ഒരുപാട് മാറ്റമുണ്ട്. ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ അത് കുറെ മാറ്റങ്ങൾ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അതെ, ഒരുപാട് മാറ്റങ്ങളൊക്കെ കാണാൻ സാധിച്ചു ഇവിടെ വന്നതിന് ശേഷം അല്ലേ? അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ബ്രില്യന്റിൽ ഞാൻ പറയണ്ടേ, നമ്മുടെ 2019-20 കാലഘട്ടത്തിലാണെന്ന് പറഞ്ഞു. അപ്പൊ ഏത് ബാച്ച് ആയിരുന്നു ഇവിടെ? ഞാൻ പഠിച്ചത് I5 ബാച്ച് ആയിരുന്നു. I5 ബാച്ചിലായിരുന്നു. I1 to I5 ആയിരുന്നു IIT ബാച്ചിൽ ഉണ്ടായിരുന്നത്. അപ്പൊ പല ക്യാമ്പസിൽ തന്നെയായിരുന്നു ഞാൻ ഓപ്റ്റ് ചെയ്തത്. അപ്പൊ ഇവിടെയാണ് I5 ഞാൻ പഠിച്ചിരുന്നത്. I5 ആയിരുന്നു. ഓക്കെ, അപ്പം തിരിഞ്ഞൊന്ന് നോക്കുമ്പോൾ 2019-20 എന്ന് പറഞ്ഞ കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും എന്തൊക്കെ മെമ്മറീസ് ആണ് ഇപ്പം മനസ്സിലേക്ക് വരുന്നത്? മെമ്മറീസ് അന്ന് ഞാൻ പറഞ്ഞ ഞാൻ റിപ്പീറ്റർ ബാച്ചിലായിരുന്നല്ലോ. അപ്പൊ ഈ പറഞ്ഞ മാതിരി IIT കിട്ടണം എന്നൊക്കെ ഒരു ആഗ്രഹത്തോടെ ഇവിടെ വന്നു. അപ്പൊ കുറെ അധികം ഫ്രണ്ട്സ് എപ്പോഴും ഒരു മെമ്മറീസ് ആണല്ലോ. ഞാൻ ബ്ലൂ ബെൽസ് ഹോസ്റ്റലിലായിരുന്നു ഇവിടെ ക്യാമ്പസിൽ തന്നെ. അപ്പൊ അതില് റൂം നമ്പർ 3 എന്ന് പറഞ്ഞ ഒരു റൂം ഉണ്ട്. ഇപ്പോഴും ഞങ്ങൾക്ക് അതിന്റെ പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. അതിലുള്ള എല്ലാവരും ആ ഗ്രൂപ്പിലും ഉണ്ട്. ഞങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്യാറുണ്ട് കാര്യങ്ങളെല്ലാവരും. അതിലെ കുറച്ച് അരുൺ മാണി, കുറച്ച് നല്ല ഫ്രണ്ട്സ് ആയിട്ട് ഇപ്പോഴും കോണ്ടാക്ട്, ഇപ്പോഴും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ അതിനുശേഷം സക്സസ്ഫുള്ളി നമ്മൾ NIT കാലിക്കറ്റിൽ എത്തിച്ചേർന്നു. NIT കാലിക്കറ്റിൽ ഏത് ബ്രാഞ്ചിലായിരുന്നു മോനിച്ച്? ഞാൻ ചേർന്നത് ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷനിലാണ് ചേർന്നത്. എന്നിട്ട് അവിടെ ഇവിടുന്ന് JEE മെയിൻസ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് അഡ്മിഷൻ എടുക്കുക, ഇലക്ട്രോണിക്സ് ആയിരുന്നു. അപ്പൊ അതിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചൊരു കാര്യമുണ്ട്, NIT കാലിക്കറ്റിൽ സ്റ്റുഡൻ്റ് ആയിട്ട് കയറി ചെന്നേച്ച് അവിടെ ഒരു ആപ്പ് ഡെവലപ്പറായി മാറിയ ഒരു കഥ ഞങ്ങൾ ഇപ്പൊ കേട്ടു. എന്താണ് ആ ഒരു കഥ എന്താണെന്നുള്ളത് നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് പറയാം. അത് ആക്ച്വലി ഞാനൊരു വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ഇപ്പൊ റിപ്പീറ്റർ ബാച്ച് എന്നൊക്കെ പറയുമ്പോൾ അറിയാലോ, എന്താ പറയാ, ഒരു തവണ എഴുതിയിട്ട് കിട്ടാത്ത ഒരു സ്റ്റുഡൻ്റ് ആണ് റിപ്പീറ്റർ ആവുന്നത് ബേസിക്കലി. അപ്പോൾ അവിടെ വന്ന് NITയിൽ കയറുമ്പോഴായാലും എനിക്ക് ഒരു പേടി ബേസിക്കലി ഉണ്ടായിരുന്നത്, ഞാൻ അവിടെ സർവൈവ് ചെയ്യുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. കാരണം ഇവിടുന്ന് ഒരു റിപ്പീറ്ററാണ്, IIT കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ പോയപ്പോൾ അത് സാധിച്ചില്ല. മൊറോവർ അവിടെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ സർവൈവ് ചെയ്യുമോ എന്നുള്ളത്, കാരണം എന്നെപ്പോലെ തന്നെ ഇക്വലി എല്ലാവരും ടാലൻറ്റഡ് ആയിട്ടാണ് വരുന്നത്, എന്നെക്കാൾ ഉപരി ടാലൻറ്റഡ് ആയിട്ടായിരിക്കും വരുന്നത്. ബട്ട് ഞാൻ മൊറോവർ അവിടെ പോയി സാധാ നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്ന അതേ സ്റ്റൈലിൽ തന്നെ ഇവിടുത്തെ പല ക്ലാസ്സുകളും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അരവിന്ദ് സാറ്, ഞാൻ ഇപ്പോഴും ഓർക്കേണ്ട അരവിന്ദ് സാറിൻ്റെ പല ക്ലാസ്സുകളും, കറണ്ട് ഇലക്ട്രിസിറ്റി, ഇലക്ട്രോമാഗ്നറ്റിസം, പല ചാപ്റ്ററുകളും ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിൽ NIT പോയിട്ട് ഞാൻ മാക്സിമം പെർഫോം ചെയ്തു. പിന്നെ അവിടുന്ന് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്, ഞാൻ ആദ്യം ഇലക്ട്രോണിക്സ് ആണെന്നെങ്കിലും പതുക്കെ ഒരു കമ്പ്യൂട്ടർ സയൻസിനോട് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനോട് അല്ലെങ്കിൽ ഇതൊരു വെബ് ആൻഡ് ആപ്പ് ഡെവലപ്മെന്റ് ഒരു ഫാസിനേഷൻ ഉണ്ടായിരുന്നു. ബേസിക്കലി ഞാൻ അവിടെ ചെന്നപ്പോൾ NIT കാലിക്കറ്റിൽ എൻ്റെ സീനിയേഴ്സ് കുറെ പേര് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ സീനിയേഴ്സിനെ ഇൻഹെറിറ്റ് ചെയ്യൂല. അപ്പോൾ അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു വന്നപ്പോൾ നമ്മൾ ചെറുതായിട്ട് വെബ് ആൻഡ് ആപ്പ് ഡെവലപ്മെന്റ് സൈഡ് വഴി പഠിക്കാൻ തുടങ്ങി. സെൽഫ് ലേണിംഗ് ക്ലാസ് കഴിഞ്ഞ് ഈസി ക്ലാസ്, അതായത് ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ്റെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഹോസ്റ്റലിൽ ഇരിക്കുക. അന്നേരം ഞാൻ ഫസ്റ്റ് 2 years ഞാൻ കോവിഡ് ബാച്ച് ആയിരുന്നു. അപ്പോൾ എനിക്ക് മോർ ടൈം കിട്ടും, കാരണം വീട്ടിലിരിക്കുകയാണല്ലോ, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ വീട്ടിലിരുന്ന് യൂട്യൂബൊക്കെ സെൽഫ് ലേൺ ചെയ്യുക, കോഴ്സെറ, ഊഡമി, ഇങ്ങനെയുള്ള ന്യൂമറസ് കോഴ്സുകൾ ഓൺലൈൻ പഠിക്കുക. അങ്ങനെ വെബ് ആൻഡ് ആപ്പ് ഡെവലപ്മെന്റ് കുറെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ താല്പര്യം കൂടുതൽ തോന്നി. യെസ്, പതിയെ ഒരു പാഷനായിട്ട് തുടങ്ങി. എന്നിട്ട് പാഷനാണെങ്കിൽ ഈക്വലി എൻ്റെ ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്.
ഒരു പാഷനായിട്ട് തുടങ്ങിയപ്പോൾ അവിടെ NIT ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നമുക്ക് 5 വർഷം മുന്നേ നമ്മൾ ചെയ്തിരുന്നത് എല്ലാം മാനുവലി ആയിരുന്നു ഓപ്പറേഷൻസ് പോയിക്കൊണ്ടിരിക്കുന്നത്. NIT കാലിക്കറ്റ് മാത്രമല്ല, ഓവറോൾ ഓൾ NITs ആൻഡ് IITs എനിക്ക് തോന്നുന്നു എല്ലാ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും മാനുവലിയാണ് ഈ ഹോസ്റ്റൽ അലോട്ട്മെന്റ്, മെസ് അലോട്ട്മെന്റ് ഒക്കെ മാനുവലിയാണ് സിസ്റ്റം പോയിക്കൊണ്ടിരുന്നത്. കാരണം അന്ന് കപ്പാസിറ്റി അത്ര പിള്ളേരുടെ ഉണ്ടായിരുന്നു. ഇന്ന് ഭയങ്കര ഒരു സ്ഥാപനമായപ്പോൾ ഒരു ചേഞ്ച് നമ്മൾ ഡിജിറ്റലി ഒരു ചേഞ്ച് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതെനിക്കൊരു കുറവായതുകൊണ്ട്, എനിക്ക് കുറവ് തോന്നിയത് കൊണ്ട് ഞാൻ എൻ്റെ പ്രൊഫസർമാരോട് പോയി കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. സാറേ ഇങ്ങനെ ഒരു ഐഡിയ, ഒരു ആപ്പ് പോലെ ഒരു ഐഡിയ ഉണ്ടാക്കിയാൽ, അല്ലെങ്കിൽ വെബ്സൈറ്റ് എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാക്കിയാൽ സാർ എങ്ങനെ ഉണ്ടാവും എന്നുള്ള രീതി സംസാരിച്ചപ്പോൾ അന്നുണ്ടായിരുന്ന ഒരു സാറ് എന്നോടും ഭയങ്കര ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ആ സാറും ഞാനും കുറച്ച് ടീച്ചർമാരൊക്കെ കൂടി, എൻ്റെ ഒപ്പം കുറച്ച് പേരൊക്കെ കൂടി ഒരു ആപ്പായിട്ട് അത് തുടങ്ങി. ആദ്യം വളരെ ചെറിയ രീതിയിലൊക്കെ ആയിരുന്നു. പിന്നെ അത് കുറെ ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ അതിൻ്റെ അകത്ത് കയറ്റി ഇപ്പം മാക്സിമം കുറേയൊക്കെ നമ്മളെ കൊണ്ട് അത് ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റി. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക, ഒരു NIT-യിലായാലും ഇപ്പം എനിക്കുണ്ടായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും നമ്മളവിടെ ഒരു ആ ബ്രാഞ്ച് മാത്രമല്ല, നമുക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളിലും ചെയ്യാനും അവിടെ സപ്പോർട്ട് ചെയ്യാനും നല്ല നല്ല ടീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട്. ഈവൻ NIT കാലിക്കറ്റിൽ മാത്രമല്ല, എല്ലാ സ്ഥാപനങ്ങളും IIT ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങളിലും അതെനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു NIT തന്നത്. അതെ, NIT കാലിക്കറ്റിലെ അപ്പോൾ ഒരു ഹോസ്റ്റൽ അലോട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു ഹോസ്റ്റലിന്റെ ഒരു കാര്യങ്ങൾ അവർക്ക് കൂടുതൽ കുറച്ചൊരു എന്താ പറയാ ഈസി ആക്കി കൊടുത്തതിന് ഒരു കാരണക്കാരനാണ് ഇരിക്കുന്നത്. ഞാൻ ചെയ്യുന്ന ഒരു ഡെവലപ്പർ മാത്രമായിരുന്നു. അപ്പൊ എന്നെ ട്രസ്റ്റ് ചെയ്ത എന്റെ ടീച്ചേഴ്സ് ആൻഡ് ഇൻക്ലൂഡിങ് ഡയറക്ടർ ഓഫ് NIT, അതൊരു അവരുടെ ട്രസ്റ്റും പിന്നെ ആ ഒരു എന്തോ ആ സിറ്റുവേഷനും സാഹചര്യം നമ്മളെ എന്തോ ബാക്കി ദൈവഭാഗ്യം എന്ന് പറയാൻ വേണമെങ്കിൽ. ഇയറിലായിരുന്നു ഈ ഒരു ആപ്പ് ഡെവലപ്മെന്റ്? ഞാൻ എൻ്റെ തേർഡ് ഇയർ ടു ഫോർത്ത് ഇയറിന്റെ ഇടയ്ക്കാണ് അതിന്റെ തുടക്കമൊക്കെ എൻ്റെ ഒരു ബേസിക് സ്റ്റെപ്സുകളൊക്കെ ഒരു സെക്കൻഡ് ആൻഡ് ഹാഫ് ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ തുടങ്ങിയിരുന്നു. അതൊക്കെ വളരെ കുറച്ച് ലെവലിലൊക്കെ തുടങ്ങി. ചുമ്മാ ലോഗിൻ ചെയ്യാൻ പറ്റുക, ഇതൊക്കെയായിരുന്നു. അവിടെ നമ്മൾ ചെറിയ ചെറിയ മൊഡ്യൂളാക്കി നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ന്യൂമറസ് മീറ്റിംഗ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യുക. അങ്ങനെ പതിയെ ചെറുതിൽ നിന്ന് നമ്മൾ വളർന്ന് വന്ന് ചെയ്ത് ഇപ്പം അത്യാവശ്യം എന്താ പറയാ ആ ഒരു NIT കാലിക്കറ്റിലെ കാര്യങ്ങൾ, ഹോസ്റ്റൽ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്ന നമ്മൾ ഡെവലപ്പർ സൈഡിൽ നിന്ന് ഡീൽ ചെയ്യുന്ന ഒരാളായി. മൊറോവർ ഇപ്പൊ അത് ഞാൻ ഒറ്റയ്ക്കല്ല. ഇപ്പൊ എൻ്റെ പേരിൽ ഒരു കമ്പനി ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കമ്പനിയിൽ നിന്ന് ഓരോ ഓപ്പറേഷൻസ് നമ്മൾ NIT-നെ സപ്പോർട്ട് ചെയ്യുന്നു. എന്റർപ്രണർ ആയി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ഓക്കെ. അപ്പം ഈ പഠിത്തത്തിന്റെ കൂടെ തന്നെ നേടിയെടുത്ത ഒരു കാര്യം തന്നെയായിരുന്നു. പഠിത്തത്തിന്റെ കൂടെ നമ്മൾ ഒരു സൈഡ് എന്ത് മീൻസ് ഒരു ആഗ്രഹം കൊണ്ട് എങ്ങനെയാണ് ഞാൻ എപ്പോഴും പറയും, എനിക്ക് +1 +2 മുതൽ ചെറിയൊരു താല്പര്യം ഇതിനോട്ടുണ്ടായിരുന്നു. ഈ നെറ്റിലൊക്കെ അടിച്ച് google.com എന്നൊക്കെ അടിക്കുമ്പോൾ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ ഭയങ്കര ഒരു താല്പര്യം. ഈ ഫ്രണ്ട് എൻഡിൽ കാണുന്നത് ഇറ്റ്സ് ഓക്കെ, ഫ്രണ്ട് എൻഡിൽ കാണുന്ന കുറെ ഡിസൈൻസ് ഐ ആം ഓക്കെ വിത്ത് ദാറ്റ്. ബട്ട് അതിന്റെ പിറകിൽ നടക്കുന്നത് എന്താണെന്ന് അറിയാനുള്ള ഒരു താല്പര്യം കൊണ്ട് സാധാരണ എല്ലാം ഈ വെബ് ആൻഡ് ആപ്പ് ഡെവലപ്മെന്റ് പഠിപ്പിക്കുന്ന എല്ലാവരും ഫ്രണ്ട് എൻഡ് ആണ് ആദ്യം ചെയ്യുന്നത്. ഫ്രണ്ടിന്റെ സ്റ്റൈൽസ് ഒക്കെ ചെയ്യുക, അതൊക്കെയാണ് സാധാരണ ചെയ്യുന്നത്. ഞാൻ നേരെ തിരിച്ചായിരുന്നു. ഞാൻ ബാക്ക് എൻഡിൽ നിന്ന് ആദ്യം തുടങ്ങിയത്. അപ്പൊ അതിന്റെ പിന്നിലുള്ള സെർവേഴ്സ് ഒക്കെ എങ്ങനെ മാനേജ് ചെയ്യുക, അതിൽ നിന്നാണ് ക്ലൗഡ് മാനേജ് ചെയ്യുക, ഇതൊക്കെയായിരുന്നു എന്റെ ഫാസിനേഷൻസ്. അപ്പൊ അന്ന് മുതൽ ചെറിയത് ഇപ്പൊ ഇവിടെ ബ്രില്യന്റിൽ പഠിക്കുന്ന ഒരു സമയത്തായാലും ഇതൊക്കെ ചെറിയ മനസ്സിലുണ്ട്, ഇതൊക്കെ എങ്ങനെ ചെയ്യണേന്നുള്ളത്. പക്ഷെ അന്നേരം നമുക്ക് ലിമിറ്റഡ് നോളജ്, ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൂല്ലോ. അപ്പൊ എന്തുകൊണ്ട് അപ്പൊ ഈ ഈസി എന്നുള്ളത് പിന്നീട് അത് എന്തുകൊണ്ട് അത് ഈസിയിലോട്ട് പോയി, എന്നാ പിന്നെ ഇതിന്റെ തന്നെ ആ ഒരു ബ്രാഞ്ചിലേക്ക് തന്നെ തിരിയാതെ ഈസിയിലോട്ട് പോയി? ഇതിന് എല്ലാത്തിനും ഉപരി ഇത് ജസ്റ്റ് ഇങ്ങനെ ടീച്ചർമാരായിട്ട് ഒരു നെസസിറ്റി എന്ന് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുത്താന്ന് വേണമെങ്കിൽ പറയാം. ആവശ്യകത വന്നപ്പോഴാണ് അത് ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ എനിക്ക് ബേസിക്കലി ഇതിനോട് മീൻസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ ഒരു താല്പര്യമില്ല. എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്, ഞാൻ NIT-യിലായിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഫേസ് ചെയ്തൊരു ഇഷ്യൂ ഞാൻ പരിഹരിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബേസിക്കലി എനിക്ക് പഠിപ്പിക്കാനാണ് താല്പര്യം. അപ്പൊ എനിക്ക് തോന്നുന്നു അച്ഛനും അമ്മയൊക്കെ അധ്യാപകരാണ് അല്ലേ? അച്ഛനും അമ്മയും അധ്യാപകരാകുമ്പോ അവരെ കണ്ടാണ് ഞാൻ വളർന്നത്. എൻ്റെ ഏറ്റവും വലിയ റോൾ മോഡൽ എന്ന് പറയുന്നത് പപ്പ തന്നെയാണ്. മാത്സ് ഫാക്കൽറ്റിയാണ്. അപ്പൊ പപ്പേന്റെ ക്ലാസ്സിൽ ഞാനും ഇരുന്നിട്ടുണ്ട്, എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് കണ്ട് എനിക്കെന്തോ പിള്ളേരായിട്ട് വർത്താനം പറയാനും പിള്ളേരായിട്ട് ഇന്ററാക്ട് ചെയ്യാനും അവരെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കാനും അങ്ങനെ ടീച്ചിങ് ഫീൽഡ് എന്നുള്ളതും മനസ്സിലുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ? ഈവൻ NIT അതുകൊണ്ട് പറയാം, NIT-യിലായിരുന്നപ്പോൾ ഞാൻ എൻ്റെ ജൂനിയേഴ്സിനെ പഠിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ പിയർ മേറ്റ്സിനെയും ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറ്റാവുന്ന എല്ലാ ഹെൽപ്പും നമ്മുടെ കൂടെ ഉള്ളവർക്കും നമ്മുടെ ജൂനിയേഴ്സിനും പല പല ടോപ്പിക്കുകളിൽ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അക്കാഡമിക്കലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
അപ്പൊ പഠിപ്പിക്കുന്ന ഒരു അത് ബ്ലഡിൽ തന്നെ ഉള്ള കാര്യമായതുകൊണ്ട് തന്നെ ആ ഒരു ടാലന്റ് തീർച്ചയായിട്ടും കിട്ടാതിരിക്കില്ല അല്ലേ? അത് പറയാം, തീർച്ചയായിട്ടും പറയാം. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പം കറന്റ്ലി ഇപ്പം മോൻ എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ മോന്റെ നേരത്തെ ഒരു ആഗ്രഹമായിട്ടിരുന്ന ഒരു കാര്യം ദേ ഇപ്പോൾ നടക്കാൻ പോവുകയാണ്. അതെന്ത് കാര്യമാണ്? അത് നേരത്തെ ഇവിടുന്ന് പോകുമ്പോ എനിക്ക് ഒരു ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു IIT ചേരണം എന്നുള്ളത്. അപ്പൊ IIT അന്ന് എനിക്ക് ചേരാൻ പറ്റിയില്ലായിരുന്നില്ല. കാരണം ഞാൻ പ്രതീക്ഷ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ അതിനെ പറ്റി ഒരു റാങ്ക് എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ബെറ്റർ നോക്കിയപ്പോൾ NIT കാലിക്കറ്റാണ് എനിക്ക് സ്യൂട്ട് ചെയ്ത് എൻ്റെ റാങ്കിനനുസരിച്ച് സ്യൂട്ട് ചെയ്തൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇപ്പൊ ഞാനിപ്പോ BTech NIT ഞാൻ പഠിച്ചിറങ്ങി. എനിക്ക് എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ ഓവറോൾ ടോപ്പർ ഉണ്ട് എനിക്ക്. അപ്പൊ ഇനി ഞാൻ പഠിപ്പിക്കുന്നത് എൻ്റെ എയിം വെച്ചിട്ട് ഞാനിപ്പോ ഡയറക്റ്റ് PhD-ക്കാണ് അപ്ലൈ ചെയ്തത്. IIC ബാംഗ്ലൂരിലും IIT മദ്രാസിലും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടിടത്തും എനിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഫൈനലി എൻ്റെ എയിമായ IIT എന്ന് പറഞ്ഞ സ്വപ്നം സാക്ഷാത്കരിച്ചു. ഏതൊരു ഇന്ത്യൻ പൗരന്റെയും ഒരു സ്വപ്നമായിരിക്കും IIT പഠിക്കുന്നുള്ളത്. അത് എനിക്ക് അന്ന് സാധിച്ചില്ലെങ്കിലും ഇപ്പൊ PhD എടുക്കാൻ വേണ്ടിട്ട് IIT-ലേക്ക് പോവുകയാണ് അല്ലേ? ഓക്കെ. അപ്പൊ അതിന്റെ ഒരു എല്ലാ ത്രില്ലും കാര്യങ്ങളും സന്തോഷവും ഹാപ്പിനെസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? എനിക്ക് പഠിപ്പിക്കണം, അത് ഒരു ആഗ്രഹമാണ്. അപ്പൊ ഡയറക്റ്റ് PhD കിട്ടിയതിലും എനിക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പൊ ചെറിയൊരു കാര്യമല്ല ഡയറക്റ്റ് PhD കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതില് എന്ന് പറയുമ്പോഴത്തേക്കും അത് വലിയൊരു എന്താ പറയാ കാര്യം തന്നെയാണ്. അപ്പൊ അതില് ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ എല്ലാവരും കൺഗ്രാറ്റുലേഷൻസ് പറയുകയാണ് ഈ ഒരു സക്സസ്. അപ്പൊ ആ ഒരു ടൈമിൽ തന്നെ തിരിച്ച് നമ്മുടെ ബെർലിനിലേക്ക് എത്തി ആ ഒരു ഹാപ്പിനെസ് ഷെയർ ചെയ്യാൻ സാധിച്ചതിന് ഞങ്ങൾക്കും വലിയൊരു സന്തോഷമായിട്ട് കരുതുന്നു. എന്നെ പഠിപ്പിച്ച ഒരു സാറുണ്ട്, ഇവിടുന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു ബിനിൽ സാർ എന്ന് പറഞ്ഞ സാറായിരുന്നു എൻ്റെ ടീച്ചർ, എൻ്റെ ഇവിടുത്തെ ക്ലാസ് ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പൊ അന്നേരം ഒരുപാട് കാരണം ലൈക്ക് ഇവിടെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു ഇത് വേണമല്ലോ, നമുക്കൊരു ധൈര്യം വേണമല്ലോ, സപ്പോർട്ട് സിസ്റ്റം. അപ്പൊ ആസ് എ ഗാർഡിയൻ എന്ന നിലയ്ക്ക് എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നത് ബിനിൽ സാറാണ്. ആ സാറിന്റെ പൂർണ്ണ സപ്പോർട്ടിലാണ് അറ്റ്ലീസ്റ്റ് NIT-ലെങ്കിലും എനിക്ക് എത്താൻ സാധിച്ചത്. അപ്പൊ സാറിന് ഇവിടുന്ന് പോകുമ്പോ ഒരു അവസാനത്തെ ഒരു പ്രോമിസ് IIT ചേരുന്നുള്ളതായിരുന്നു. അത് കിട്ടിയപ്പോ തന്നെ സാറിനെ വിളിച്ചു. സാറ് ഭയങ്കര സന്തോഷമായി. അപ്പൊ സാറിനെ ഒന്ന് കാണാൻ വേണ്ടിയും കൂടി ഞാൻ വന്നത്. അപ്പൊ അടുത്ത ആഴ്ച മുതൽ എനിക്ക് IIT ക്ലാസ് തുടങ്ങാണല്ലേ IIT-ല്? ഓക്കെ. അപ്പം ഇപ്പോൾ ദേ PhD അതായത് IIT-ൽ PhD എന്നുള്ള ഒരു ആഗ്രഹം സാക്ഷാത്കരിച്ച് ഇപ്പം നിൽക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഇവിടെ വന്ന് പറഞ്ഞതുപോലെ വിനിൽ സാറിനെയൊക്കെ കണ്ട് സന്തോഷം പങ്കിടാനും നമ്മുടെ ബിർലനെയൊക്കെ ഒന്ന് കണ്ട് സന്തോഷം പങ്കിടാനും ഒക്കെ ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. കുറെ സ്റ്റുഡൻസിനെ കണ്ടു, കുറെ ആസ്പിറൻസിനെ കണ്ടു. അതെ, അവർക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തു. അതായത് ഇപ്പം 2019-20 കാലഘട്ടത്തിൽ അതുപോലെ ഇപ്പം ഈ കണ്ട കുട്ടികളെ പോലെ ഒരു JEE ആസ്പിറന്റ് ആയിരുന്നു മോനല്ലേ? അപ്പം ആ ഒരു ഇപ്പൊ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ നിന്ന് ഈ ടൈമിലേക്ക് വന്നു. പിന്നെ ഒന്നൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തൊക്കെ മെമ്മറീസ് ആണ്, എന്തൊക്കെ എക്സ്പീരിയൻസ് ആയിരുന്നു ബെർലിനിൽ ഉണ്ടായിരുന്നത്? എന്തൊക്കെയാണ് അത് ഷെയർ ചെയ്യാനുള്ളത്? ബെർലിനിൽ ആക്ച്വലി ഞാൻ റിപ്പീറ്റ് ബാച്ച് ആണെങ്കിലും ഇവിടെ ഒരു ഹിസ്റ്ററി ഉണ്ട് ബെർലിനിലായിട്ട്. അപ്പൊ ഞാൻ എൻ്റെ 10th മുതൽ ഞാനൊരു ബെർലിനിന്റെ ഒരു സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ 10th ഞാൻ കോച്ചിങ്ങിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ലോക്കൽ സ്കൂളിലാണ് പഠിച്ചതെങ്കിലും ഞാൻ ഇവിടെ കോച്ചിങ്ങിന് വന്നിട്ടുണ്ട്. ഇവിടെ ആയിരുന്നില്ല, ഞാൻ തൊടുപുഴയിലാണ് വന്നുകൊണ്ടിരുന്നത്. പിന്നെ 11th 12th ഞാൻ ഇവിടെ ഹൈബ്രിഡ് ബാച്ചിലായിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ സ്കൂൾ കഴിഞ്ഞിട്ട് ശനി ഞായറും ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ പാല ക്യാമ്പസിലാണ് വന്നിരുന്നത്. അപ്പൊ അന്ന് അരുണാപുരത്തും ചാവറ പബ്ലിക് സ്കൂളിൽ ഉണ്ടായിരുന്നു. അവരുടെ സ്കൂളിൽ അവരുടെ റെസിഡൻഷ്യൽ പിള്ളേരായിട്ട് ഞങ്ങൾ പോയിരുന്ന് ചെയ്യായിരുന്നു, ക്ലാസ് അറ്റൻഡ് ചെയ്യായിരുന്നു. എന്നിട്ടാണ് ഇവിടെ റിപ്പീറ്റർ ആയത്. കുറെ നാളത്തെ ഒരു പരിചയമുണ്ട് ബെർലിനുമായിട്ട്. അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും. അപ്പൊ അതെല്ലാം കൂടെ എന്താണ് നമ്മളൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ എന്തൊക്കെ മെമ്മറീസ് ആയിരിക്കും? എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഏറ്റവും ഞാൻ ഇപ്പൊ പറയില്ല, ഞാൻ കുറെ ഇവിടുത്തെ ഏറ്റവും നല്ലൊരു സിസ്റ്റമായിട്ട് എനിക്ക് ബാക്കിയുള്ള എൻട്രൻസിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എനിക്ക് അറിയത്തില്ല, കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അറിയത്തില്ല. എൻ്റെ ഇവിടുത്തെ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് പറയാൻ പറ്റുവാണെങ്കിൽ എനിക്കിവിടെ ഒരു ഫാസിനേഷനായിട്ട് എനിക്ക് തോന്നിയത് ഓരോ ഫാക്കൽറ്റി ഓരോ ടോപ്പിക് എടുക്കുന്നത്. ഇപ്പോഴും അങ്ങനെയാണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അതിൽ എക്സ്പേർട്ടൈസ് ആയ ഒരു ഫാക്കൽറ്റി വന്ന് ഒരു ടോപ്പിക് എടുക്കുന്നു. അപ്പൊ അതിൽ എന്ത് ഡൗട്ട് ചോദിച്ചാലും ആ ഫാക്കൽറ്റിക്ക് അറിയാൻ പറ്റുന്ന ഒരു സ്റ്റുഡൻറ് സൈഡിൽ നിന്നും അത് വളരെ യൂസ്ഫുൾ ആണ്. കാരണം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആ ഫാക്കൽറ്റിക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം. ഞാൻ പ്രത്യേകിച്ച് നേരിട്ടും പറയാം, അരവിന്ദ് സാറ് എന്നെ എടുത്ത ടോപ്പിക്കിൽ
ഞാനൊരു ടീച്ചർ ആവുന്ന എൻ്റെ റോൾ മോഡൽ അരവിന്ദ് സാറാണ്. ആ സാറിന്റെ പല കാര്യങ്ങളും കരണ്ട് ഒരു വഴി പോയാൽ റിട്ടേൺ വഴിയിൽ തിരിച്ചു വരത്തില്ല, ഇങ്ങനെയുള്ള പല തത്വങ്ങള്, പിന്നെ കപ്പാസിറ്റർ ചാർജിങ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പല രീതികള്, ഇങ്ങനെയുള്ള കുറെ എന്താ പറയുക, അത് അത്രയും ഒരു ഫാക്കൽറ്റി എനിക്ക് പിന്നെ കാണാൻ പറ്റിയിട്ടുള്ള എൻ്റെ ലൈഫിൽ. ഈവൻ NIT ഇപ്പൊ ഞാൻ പഠിച്ചിറങ്ങിയിട്ടില്ല, അത്രയും ഫാസിനേഷനോടെ, അത്രയും എന്താ പറയുക, നോളജ് ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഒരു അങ്ങനത്തെ ഒരു ഫാക്കൽറ്റി സിസ്റ്റം ഉള്ളത് മേ ബി യൂസ്ഫുൾ ആയിരിക്കാം. ഈവൻ എൻ്റെ NIT ലൈഫിലും അക്കാഡമിക് ലൈഫിലും എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അത്. അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങളിൽ ഒന്ന് തന്നെ ഫാക്കൽറ്റീസ് ആണ്. 1-2 ഫാക്കൽറ്റീസിനെ ഇപ്പൊ കണ്ടിരുന്നു, എനിക്ക് എല്ലാവരും കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഫാക്കൽറ്റീസ് ആണ് അന്നും എന്നെ അട്രാക്ട് ചെയ്തൊരു പോയിന്റ്. അപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അവിടെ ലോക്കൽ സ്കൂളിൽ എന്നെ പഠിച്ചു എന്ന് ഞാൻ പറയൂല, അവിടെ Monday to Friday വരെ ഉണ്ട്. അപ്പൊ എൻ്റെ പപ്പയും അമ്മയും നടത്തുന്ന സ്കൂള് തന്നെയാണ് അത്. അപ്പൊ അവിടെയാണ് ഞാൻ പഠിച്ചിരുന്നത്. അപ്പൊ അവിടെ പഠിച്ചു കഴിഞ്ഞിട്ട് ശനിയാഴ്ച ഞായറാഴ്ച ഞാൻ ഇങ്ങോട്ട് ബ്രില്യനിലേക്ക് ഞാൻ വരും. അപ്പൊ എനിക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക, എനിക്ക് എക്സാമിന് വേണ്ടിയൊന്നുമില്ല ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന, നോളജ് ഇന്റർപ്രറ്റ് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. അപ്പൊ കുറെ അറിയുക, കുറെ ട്രിക്കുകൾ പഠിക്കുക, ഇതാണ് എൻ്റെ 11th and 12th ഇതായിരുന്നു എൻ്റെ ഉദ്ദേശം. അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഓക്കെ ഒരു എക്സാം എഴുതാൻ ചെയ്യും, മെയിൻസ് എഴുതാൻ ചെയ്യും, ഡാൻസ് എഴുതാം. അന്ന് എനിക്കൊന്നും അത്രയും ഒരു അറിവില്ല ബേസിക്കലി ഇങ്ങനെയുള്ള സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ എക്സാം, NIT, IIT ഇങ്ങനെയൊക്കെ അറിയുന്നത്. അന്നേരം വരുന്ന ഒരു കോച്ചിങ്, ഒരു എന്താ പറയുക, ഒരു ട്യൂഷൻസ് ഓരോക്കെ പോലെ ഒരു ഇതായിട്ട് ഞാൻ കാണുന്നുള്ളൂ ഇതിനെ. ഇവിടെ വന്നിട്ട് അതിനുശേഷം ബ്രില്യന്റ് ഒരു വലിയ ഇൻഫ്ലുവൻസ് തന്നെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അക്കാഡമിക്കലി എന്നിൽ വലിയൊരു ഇൻഫ്ലുവൻസ് ഈ പറഞ്ഞ കുറെ ഫാക്കൽറ്റികൾ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ ഇപ്പൊ നിലവില് ഇപ്പം പാരന്റ്സ് ഇപ്പം മോനെ ഇവിടെ വന്ന് നിൽക്കുന്നതിലും ഇപ്പൊ ഇത്രയൊരു വലിയ സ്റ്റേജിൽ വന്ന് നിൽക്കുന്നതിലും ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ പ്രൗഡായിട്ടുള്ളൊരു ഇത് തന്നെയായിരിക്കും. അപ്പൊ അവരുടെ ഒരു എന്താ പറയാ എക്സ്പീരിയൻസ് എന്തായിരുന്നു? അച്ഛനും അമ്മയൊക്കെ എന്ത് പറഞ്ഞു ഇങ്ങനെ? പപ്പയമ്മയും ഞാൻ എൻ്റെ വീട്ടിലെ ഫസ്റ്റ് എഞ്ചിനീയറാണ്. അപ്പൊ അവർക്ക് ബേസിക്കലി പഠിപ്പിക്കുന്നവരായതും കൊണ്ട്, പപ്പയമ്മയും പഠിപ്പിക്കുന്നവരായതും കൊണ്ട് ബേസിക്കലി എന്നെയും ആ ഒരു രീതി കാണാനായിരിക്കാം പപ്പയ്ക്കും അമ്മയ്ക്കും ഇഷ്ടം. അപ്പൊ എഞ്ചിനീയർ സൈഡിൽ നിന്ന് പോകുമ്പോൾ ഞാൻ ആദ്യം കുറച്ച് ജോലിക്ക് ഞാൻ ട്രൈ ചെയ്തിരുന്നു NIT-ലൊക്കെ. അപ്പൊ ക്വാൽക്കത്തിൽ ഞാൻ പോയി കുറച്ച് ഇന്റേൺ ഒക്കെ ചെയ്തിരുന്നു. ഇന്റേൺഷിപ്പ് ഞാൻ ക്വാൽക്കം ചെയ്തിരുന്നു. പിന്നെ C.E.T ഒരു ഓഫർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ കിട്ടിയപ്പോഴായാലും ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്തൊന്നും അവര് ഹാപ്പി അല്ല. അവർക്ക് പഠിപ്പിക്കുക അത് തന്നെയാണ് അവരുടെ അച്ഛനും അമ്മയും. സ്വാഭാവികമായിട്ടും ഏത് മാതാപിതാക്കളും അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. കാര്യം അവര് ജീവിച്ച് വളർന്നത് അല്ലെങ്കിൽ ജീവിച്ച് വന്നിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഒരു പഠിപ്പിക്കുന്ന ടീച്ചിങ് അധ്യാപന മേഖലയിലെ തന്നെയായിരുന്നു. അപ്പൊ മോനും അതിലേക്ക് പോകണം എന്നുള്ളത് സ്വാഭാവികമായിട്ട് അവരുടെ ആഗ്രഹമായിരിക്കും. പക്ഷെ മോൻ അല്ലേ, എനിക്കും അത് നോക്കിയപ്പോ അത് അവര് എന്നെ ഫോഴ്സ് ചെയ്തിട്ടൊന്നുമില്ല. എനിക്ക് എന്റെ മനസ്സും കൊണ്ട് നോക്കിയപ്പോ നല്ലൊരു ഫീൽഡ് പഠിപ്പിക്കുന്നതാണ്. കാരണം ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് ഉള്ള ഒരു ഇതാണ്. മറ്റുള്ള ജോലികൾക്ക് ഇല്ല എന്നല്ല, കാരണം എൻ്റെ ലക്ഷ്യം പഠിപ്പിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ബാച്ചിലർ പിള്ളേരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്, BTech പിള്ളേരെ. കാരണം എന്നെ കൊണ്ട് ഒരു കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കുട്ടിയെ പ്രോപ്പർലി ഇൻസ്ട്രക്ട് ചെയ്യാൻ ഒരു പ്രോപ്പർ സപ്പോർട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതാണ് എനിക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം. അപ്പൊ അവരുടെ ആഗ്രഹം വെറുതെ ആയിട്ടില്ല. അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹത്തിലേക്ക് തന്നെയാണ് ആള് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ആഗ്രഹത്തിട്ട് തന്നെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് എഞ്ചിനീയർ ആസ് എ എഞ്ചിനീയർ. എന്നാൽ മോന്റെ ആഗ്രഹമുണ്ട്, എന്നാൽ പാരന്റ്സിന്റെ ആഗ്രഹമുണ്ട്. ഇത് രണ്ടുപേരുടെയും ആഗ്രഹങ്ങൾ വിട്ട് കൊടുക്കാതെ ഒന്നിച്ച് അല്ലെ ഒരേ സമയത്ത് തന്നെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് അല്ലേ? യെസ്, ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ ഇതിപ്പം ഒരുപാട് കുട്ടികൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആണ്. കാര്യം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഓൺട്രപ്രണർ ആവുക, അല്ലെങ്കിൽ അതിലൊരു എന്താ പറയാ മികവ് തെളിയിക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് കുട്ടികളുടെ ആഗ്രഹവും ഇപ്പൊ ഈ പറയുന്ന പോലെ തന്നെ കേട്ടതിന് ശേഷം ഒരുപാട് കുട്ടികൾക്ക് അത് ഇൻഫ്ലുവൻസും ഇൻസ്പിറേഷനും ആകുന്ന കാര്യം തന്നെയാണ്. അപ്പം ഈ കൊല്ലം നമ്മുടെ IIT-യിൽ ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ അടുത്ത JEE Main, JEE Advance പോലുള്ള എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ അവരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? ആസ് എ സീനിയർ എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിപ്പയർ ചെയ്യുന്ന കുറേ പേരുണ്ട്. എല്ലാവർക്കും IIT NIT കിട്ടില്ല എന്നുള്ള സത്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇറ്റ്സ് ലൈക്ക് കുറച്ച് ലിമിറ്റഡ് സീറ്റാണ്, എന്തായാലും ആ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ മാക്സിമം പ്രിപ്പയർ ചെയ്യുക, ഗീവ് ദ ബെസ്റ്റ്. നമ്മൾ പഠിക്കുന്ന സമയത്തായാലും എല്ലാ ടോപ്പിക്കും എല്ലാവർക്കും പഠിക്കാൻ സാധിക്കണം എന്നില്ല. കാരണം നമുക്ക് ലിമിറ്റഡ് ടൈമാണ്, കുറേ എക്സാം അറ്റൻഡ് ചെയ്യാം. മാത്രമല്ല നമുക്ക് ലെഷർ ടൈം വേണം തീർച്ചയായിട്ടും.
ഫിസിക്കൽ ആക്ടിവിറ്റീസ് എല്ലാത്തിനും സമയം വേണം നമുക്ക്. ബാലൻസ് ലൈഫ് വേണമല്ലോ, എല്ലാവർക്കും വർക്ക് ലൈഫ് ബാലൻസ് വേണമല്ലോ. അപ്പോൾ കിട്ടുന്ന സമയത്ത് നമുക്ക് പറ്റാവുന്നത് പഠിക്കുക. എല്ലാം വലിച്ചു വാരി പഠിക്കുന്നതിനേക്കാൾ ബേസിക്കലി ഞാൻ അതാ ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ കഴിവിനൊത്ത് എൻ്റെ ലിമിറ്റിനനുസരിച്ച് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന നല്ല രീതിയിൽ ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ള സമയത്ത് ഞാൻ ബാക്കി കിട്ടുന്ന സമയത്ത് ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യും. പിന്നെ ബേസിക്കലി കഴിയുന്ന എക്സാമിൻ്റെ അതാണ് മെയിൻലി ഞാൻ ചെയ്തിരുന്നത്. ഒരു എക്സാം കഴിഞ്ഞ് അതോടെ തീർന്നിട്ടില്ല, ഞാൻ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ആൻസർ ഇവാലുവേറ്റ് ചെയ്ത് നോക്കും. ഞാൻ എന്നെ തന്നെ വീണ്ടും എക്സാമിൽ ഇരിക്കണമെന്ന് അസ്യൂം ചെയ്തിട്ട് ഞാൻ എത്ര സമയം എടുക്കുന്നുണ്ടെന്നുള്ള അനലൈസ് ചെയ്യണ ഒരു പ്രോബ്ലം സോൾവിങ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ കൊണ്ട് മാക്സിമം ട്രൈ ചെയ്യിപ്പിക്കും. അത് ഒരു പോയിന്റ് ഒരു എത്തില്ലാന്ന് കണ്ടാൽ ആൻസർ കീ എടുക്കും, വീണ്ടും സോൾവ് ചെയ്യാൻ ശ്രമിക്കും. ഒരു ആൻസർ കീ തന്നെ പല പല രീതികളിലേക്ക് പോകാൻ ശ്രമിക്കും. അപ്പൊ ടീച്ചർ പറയുന്ന ഒരു രീതി മാത്രം ഫോളോ ചെയ്യത്തില്ല. എന്നെ കൊണ്ട് എന്തെങ്കിലും സിസ്റ്റമോ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കും. മോർ ദാൻ ഇപ്പോൾ പറഞ്ഞാൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ടെക്നിക്കലി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കും. അതും വൺ ഓഫ് ദ ഡ്രീമാണ് എൻ്റെ. ഇലക്ട്രോണിക്സിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഇപ്പം എൻ്റെ ഇഷ്ട ഫീൽഡ് സെമി കണ്ടക്ടറാണ്. അപ്പം അതിൽ കമ്പ്യൂട്ടർ മീൻസ് എന്താ ടെക്നിക്കൽ എന്തൊക്കെ അതിൻ്റെ അകത്ത് കൊണ്ടുവരാം എന്നുള്ള ഒരു രീതികളും ഈവൻ ബ്രില്ലിൽ നിന്നപ്പോഴും ഞാൻ അങ്ങനെ ആലോചിക്കുമായിരുന്ന സമയത്ത്. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ബ്രില്യൻറ്റിൽ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ കുട്ടികൾക്ക് ഇതാണ് പ്രിപ്പയർ ചെയ്യുന്നത് വെല്ലായിട്ട് ചെയ്യുക, പല പല രീതികളിൽ ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ മാതിരി IIT എന്നുള്ള സ്വപ്നം അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ തന്നെ ഈവൻ ഞാൻ പഠിച്ചത് ഇപ്പം NIT ആണെങ്കിലും തിരിച്ച് എപ്പോൾ വേണമെങ്കിലും IIT വെൽക്കമാണ്. ഇങ്ങനെയുള്ള പല പല എക്സാംസ് വഴി IIT വരാം. ഇല്ലെങ്കിൽ വേണ്ട, നമുക്ക് ബെറ്റർ നല്ല നല്ല ജോലികൾക്ക് പോവാം, അല്ലെങ്കിൽ പുറത്ത് പോകാൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ അങ്ങനെ പോവാം. അപ്പം എവറിത്തിങ് ഒരു വേ ഉണ്ടാവും നമ്മുടെ ഫ്രണ്ടിൽ. അപ്പൊ ഒരു റാങ്കോ ഇതൊന്നുമല്ല നമ്മുടെ ജീവിതത്തെ തീരുമാനിക്കുന്നതിന് ഞാനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. കാരണം റാങ്കും മാർക്കൊക്കെ ഒരു ടെമ്പററി ആണ്. ആ സമയത്തെ സിറ്റുവേഷൻ, ആ ഡേ എല്ലാ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. പക്ഷെ നമുക്ക് എന്നും മാറാത്തൊരു ടാലന്റ് എന്ന് പറഞ്ഞ സ്കിൽസ് ആണ്. അത് എപ്പോഴും റിമെയിൻ ചെയ്യും. അതിൽ കോൺഫിഡൻസ് നിർത്തിയിട്ട് മുന്നോട്ട് പോവുക, വിശ്വസിച്ച് മുന്നോട്ട് പോവുക. അതിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. നമ്മൾ എവിടെ എത്തുന്നോ, ഇപ്പൊ ഈവൻ ഗവൺമെന്റ് കോളേജ് ആയാലും വട്ടവർ, അതും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയായിരിക്കും. അവിടെ എത്തിയാലും നമ്മൾ അവിടെ നിന്ന് സ്കെയിൽ ചെയ്യുക. അതാണ് എനിക്ക് എൻ്റെ ജൂനിയേഴ്സിനോട് എപ്പോഴും പറയാനുള്ളൂ. അപ്പൊ IIT ഒരു ഡ്രീമായിട്ട് കീപ്പ് ചെയ്യുക. ബട്ട് ഇഫ് അത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെല്ലുന്നിടത്ത് നമ്മൾ പ്രോപ്പർലി കാര്യങ്ങൾ ചെയ്യുക. അവിടുന്ന് പല പല ടോപ്പുകളിലേക്ക് പോവുക. ഈവൻ തിരിച്ച് ഇപ്പം ഞാൻ ഒരു ലക്ഷ്യമാണ് IIT എങ്കിൽ IIT ഓഫ് കോഴ്സ് നമുക്ക് എല്ലായിട്ട് പ്രിപ്പയർ ചെയ്ത് നല്ലൊരു CGPA ഉണ്ടാക്കുക, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഗോൾഡ് മെഡൽ എടുക്കുക. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇതിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ IIT ബോംബെ, IIT മദ്രാസ്, അങ്ങനെയുള്ള പല പല IITsകളിലും ടോപ്പ് ആൻഡ് IITsകളിൽ ഇങ്ങനെയുള്ള MTech, MS അല്ലെങ്കിൽ PhD പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇതുപോലെ IIT-യിൽ ഇപ്പം PhD ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. ഇപ്പൊ ഏതിലാണ് PhD ചെയ്യാൻ വേണ്ടി? ഞാൻ ചെയ്യുന്നത് ഇപ്പൊ IIT മദ്രാസിൽ മൈക്രോ ഇലക്ട്രോണിക്സ് ആൻഡ് MEMS എന്ന് പറഞ്ഞ ഇതിലാണ്, സ്ട്രീമിലാണ് ചെയ്യുന്നത്. എൻ്റെ ഏരിയ സെമികണ്ടക്ടർ ഡിവൈസ് മോഡലിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു PhD പഠനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ടൊരു വിഷസ് നൽകിയാണ്. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതുപോലെ തന്നെ ഒരുപടി മുന്നിലിട്ട് തന്നെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപടി മുന്നിലിട്ട് ഇനിയും മുന്നോട്ട് പോകട്ടെ. അച്ഛനും അമ്മയ്ക്കും അവരുടെ ആഗ്രഹം പോലെ തന്നെ അഭിമാനമായിട്ട് കുട്ടികളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു ടീച്ചർ ആവാനും, അതുപോലെ തന്നെ മോൻ്റെ ആഗ്രഹം പോലെ തന്നെ നല്ലൊരു എൻജിനീയർ ആവാനും, അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്കും രണ്ടും മോനെ ഇതിപ്പം നല്ല സക്സസ്ഫുൾ ആയിട്ട് ഇനിയും മുന്നോട്ട് ഉള്ള പഠനത്തിൽ നടക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. സോ വൺസ് അഗെയിൻ ഇവിടെ വന്നതിനും ഞങ്ങളുമായിട്ട് എക്സ്പീരിയൻസ് എല്ലാം ഷെയർ ചെയ്തതിനും താങ്ക് യു സോ മച്ച്. അറ്റ് ദ സെയിം ടൈം ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. ഓക്കെ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.